നമുക്കിപ്പോൾ 1 GB നെറ്റാണ് കിട്ടുക, അല്ലെങ്കിൽ 1.5 GB, കൂടിപ്പോയാൽ 2 GB ആണ് ഒരു ദിവസത്തേക്ക് കിട്ടുന്നില്ലേ. എന്നാൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ 2 GB അതങ്ങ് കാലിയായി പോകും. പിന്നെ നെറ്റ് ഉണ്ടാകുകയില്ല. അതിൻ്റെ രസം എന്താ വെച്ചാൽ നമ്മളിത് അധികം ഉപയോഗിച്ചിട്ടുണ്ടാകില്ല. 2 GB ഉള്ളതിൽ 1 GB പോലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാകില്ല. പിന്നെ ഇതങ്ങനെ തീർന്നു ഒരു കാരണമുണ്ട്, അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെയാന്ന് പറഞ്ഞിട്ടെ, നമ്മളെ ഫോണിൽ മാണ്ടാത്തായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാവും. ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്തിനങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതെന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഉമ്മക്കും അറിയില്ല, നമ്മളെ കൊണ്ടാരെയും ചെയ്യിച്ചാണ്ട് ഓലിക്കും അറിയില്ല. നമ്മൾ ചെയ്താണ് വെച്ചിട്ടുണ്ടാവും. പിന്നെ കുറേ ഫോൺ വാങ്ങുന്നവർ അതിലുള്ള ഉണ്ടാവും. സംഭവം എന്തൊക്കെയായാലും ഇങ്ങനെയുള്ള കുറേ ആപ്ലിക്കേഷൻസിൽ 100 എണ്ണം ഉണ്ടെങ്കിൽ ഒരു 10 എണ്ണം ഉപയോഗിക്കുന്നുണ്ടാവും. ബാക്കി തീർത്ത് അവിടെ കുത്തിരിക്കുന്നുണ്ടാവും, വെറുതെ തന്നെ ഒരു പണി എടുക്കാണ്ട്. പക്ഷേ പണിയെടുക്കുന്നുണ്ട്. ഈ കുത്തിരിക്കുന്ന പകുതിയിലധികം ആൾക്കാരും ബാക്ക്ഗ്രൗണ്ട് കുത്തിരിഞ്ഞ് നമ്മളെ ഡാറ്റ എങ്ങനെ തിന്നുകൊണ്ടിരിക്കുക, നമ്മളെ മൊബൈൽ ഡാറ്റ എങ്ങനെ തിന്നുകൊണ്ടിരിക്കുക, അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെ നമ്മളെ മൊബൈൽ ഡാറ്റ സേവ് ചെയ്യുക, ഈ ആപ്ലിക്കേഷനൊക്കെ നമ്മളെ മൊബൈൽ ഡാറ്റ എടുക്കുന്നത് ഒഴിവാക്കുക എങ്ങനെയാണ്? അതിനുള്ള സെറ്റിങ്സ് ഫോണിൽ തന്നെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഡാറ്റ എടുക്കാണ്ടിരിക്കാനുള്ള ഓപ്ഷൻ. നമ്മൾ ഏത് ആപ്ലിക്കേഷനായാലും അത് ഉപയോഗിക്കുന്നേരം മാത്രം നമ്മളെ ഡാറ്റയെ ഉപയോഗിക്കപ്പെടും. അല്ലാണ്ട് ഒരു ആപ്ലിക്കേഷനും നമ്മളെ ഡാറ്റ കൺസ്യൂം ചെയ്യല. അത് എവിടെയുള്ള സെറ്റിങ്സ് നോക്കുക. നിങ്ങളെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റിലേക്ക് പോവുക. മൊബൈൽ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ്, നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ്, അങ്ങനെ പല പേരിലും ഉണ്ടാവും. 6 നാട്ടിൽ 100 ഭാഷ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ മോഡലും അതിൽ പല ഓപ്ഷനുകളും അല്ലേ. അതെന്തേ ആയിക്കോട്ടെ, നിങ്ങളെ ഫോണിൽ എന്താ ഉള്ളത് നോക്കി. ഇതിൽ മൊബൈൽ നെറ്റ്വർക്ക് എന്നാണുള്ളത്. അത് ഓപ്പൺ ചെയ്താൽ ഡാറ്റ യൂസേജ് എന്നുള്ള ഒരു സംഭവം കാണും. ഡാറ്റ യൂസേജ് അത് ഓപ്പൺ ചെയ്താൽ നെറ്റ്വർക്ക് ആക്സസ് ഈ ഫോണിൽ ഇങ്ങനെ ഉള്ളത് വേറെ ഫോണിലൊക്കെ മാറ്റണ്ടാവും. വേറൊരു ഫോണിലൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ നെറ്റ്വർക്ക് ആക്സസ് ആണ്. അത് ഓപ്പൺ ചെയ്ത സംഭവം എന്താണെന്ന് നോക്കുക. ഇതിൽ നമ്മളെല്ലാ ആപ്ലിക്കേഷനും ഉണ്ടാവും, ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും. അതിൽ മൊബൈൽ ഡാറ്റ, റോമിംഗ് ഡാറ്റ, വൈഫൈ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് 3 കാറ്റഗറി ഉണ്ടാവും. 3ലും ടിക്ക് മാർക്ക് ഉണ്ടാവും. ഇതൊക്കെ ഈ ടിക്ക് മാർക്കുകളിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിലും ഫോർഗ്രൗണ്ടിലൊക്കെ നമ്മളെ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാനുള്ള നമ്മളെ പെർമിഷനുകളാണ്. ഇപ്പോൾ ഗാലറിക്ക് നെറ്റ് വേണ്ടാലോ, ഇതങ്ങ് ഓഫായി കളയുക. അതങ്ങ് ഓഫായി കഴിഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാമെന്ന്. അതങ്ങ് ഓഫായി കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നെറ്റ് ഉപയോഗിക്കില്ല. നമ്മൾ ആ ആപ്ലിക്കേഷൻ തുറക്കുന്ന നേരം മാത്രമാണ് അത് നെറ്റ് ഉപയോഗിക്കൂ. ഇപ്പോൾ വാട്സപ്പ് നമ്മളിത് ഓഫാക്കി കഴിഞ്ഞാൽ വാട്സപ്പ് റീസെൻറ്റ് ലിസ്റ്റ് ഒന്നും നമ്മൾ വാട്സപ്പ് അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ വാട്സപ്പിലേക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നെറ്റ് പോവുകയില്ല. നമ്മൾ ആ വാട്സപ്പ് തുറക്കുന്ന നേരം മാത്രമാണ് വാട്സപ്പിൽ നെറ്റ് വരും. ഒരു ഉദാഹരണമാണേ പറയുന്നത്. പക്ഷേ വാട്സപ്പ് ഒന്നും ഓഫാക്കരുത് കേട്ടോ. വാട്സപ്പ് ഓഫാക്കി കഴിഞ്ഞാൽ നമുക്ക് കോളൊന്നും വരില്ല, നോട്ടിഫിക്കേഷൻ, മെസ്സേജ്, കോളൊന്നും വരില്ല, ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒന്നും ഓഫാക്കണ്ട. നിങ്ങൾ ഉപയോഗിക്കാണ്ട് വെച്ച എല്ലാ ആപ്ലിക്കേഷൻ്റെ നെറ്റ്വർക്ക് ആക്സസ്, ബാക്ക്ഗ്രൗണ്ട് ആക്സസ് ഇതങ്ങ് ഓഫായി കളയുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നെറ്റ് പെട്ടെന്ന് തീർന്ന് ഒരുപാട് നമുക്ക് തടയാനാവും. ഇതേ ഓപ്ഷൻ വേറൊരു ഫോണിൽ നോക്കുക നമ്മളെങ്ങനെയുള്ളതെന്ന്. ഇതിപ്പോൾ വിവോൻ്റെ ഒരു ഫോണാണ്. ഇതിലെങ്ങനെയാണുള്ളത് നോക്കുക. ഇതിൽ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് എന്നുള്ള ഇത് ഓപ്പൺ ചെയ്താൽ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ്, ഈ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് ഓപ്പൺ ചെയ്താൽ ഇവിടെ മൊബൈൽ ഡാറ്റൻ്റെ വേറെ തന്നെ ഉണ്ട്, അതുപോലെ ഇപ്പുറം വൈഫൈൻ്റെ വേറെ തന്നെ ഉണ്ട്. നിങ്ങൾ ഏത് ഡാറ്റയാണ് ഉപയോഗിക്കുന്നത്? വൈഫൈൻ്റെ പ്രശ്നമില്ല, അത് ഇഷ്ടം പോലെ ഉണ്ടാകുമല്ലോ. മൊബൈൽ ഡാറ്റൻ്റെ അല്ല പ്രശ്നം. അപ്പോൾ മൊബൈൽ ഡാറ്റൻ്റെ ഇതങ്ങ് ഓഫായി കളഞ്ഞാൽ മതി. നിങ്ങൾ ഉപയോഗിക്കാത്ത എല്ലാ ആപ്ലിക്കേഷൻ്റെ നെറ്റ് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്തിടുക. സംഭവം അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവുന്ന കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ ഉമ്മക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പിയോ. താങ്ക് യു സോ മച്ച്.